ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ മഹാനായ പ്രബന്ധകാരനും ദാർശനികനുമായ ഫ്രാൻസിസ് ബേക്കണിനെ കുറിച്ചാണ്. ഇംഗ്ലീഷ് പ്രബന്ധങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബേക്കൺ സാഹിത്യത്തിലും ദാർശനികതയിലും നൽകിയ സംഭാവനകൾ ഇന്നും തലമുറകളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതവും സംഭാവനകളും ഒന്ന് പരിശോധിക്കാം. എലിസബത്തൻ കാലഘട്ടത്തിൽ ബേക്കൺ തന്റെ ബൗദ്ധിക കഴിവും നവോത്ഥാന ചിന്തകളും കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു. മനുഷ്യ സ്വഭാവത്തെയും സമൂഹത്തെയും ആഴത്തിൽ മനസ്സിലാക്കി വിവിധ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രബന്ധങ്ങൾ രചിച്ചു. എസ്സേസ് ഓഫ് കൗൺസിൽസ്, സിവിൽസ് ആൻഡ് മോറൽ എന്ന കൃതിസമാഹാരം അദ്ദേഹത്തിന്റെ സാഹിത്യ പ്രതിഭയുടെ തെളിവാണ്. ഇനി നമുക്ക് സ്റ്റഡീസിന്റെ പ്രധാന ആശയങ്ങളിലൂടെ ഒന്ന് കടന്നു പോവാം. 1597 പ്രസിദ്ധീകരിച്ച ഓഫ് സ്റ്റഡീസ് ബേക്കണിന്റെ ഏറ്റവും പ്രശസ്തമായ പ്രബന്ധമാണ്. പഠനത്തിന്റെ 3 ലക്ഷ്യങ്ങൾ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1 ഫോർ ഡിലൈറ്റ്, ആനന്ദത്തിനായി, അലങ്കാരത്തിനായി, ഓർണമെന്റ്, ആൻഡ് another 1 ഫോർ എബിലിറ്റി. പഠനം മനുഷ്യന് സന്തോഷം നൽകുകയും അറിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അത് വ്യക്തിയുടെ ബുദ്ധിയും സ്വഭാവവും സമ്പന്നമാക്കുന്ന ഒരു അലങ്കാരമാണ്. അതോടൊപ്പം ജീവിതത്തിലെ വിജയത്തിനാവശ്യമായ കഴിവുകളും പഠനം നൽകുന്നു. പഠനവും ജീവിതവും. പഠനത്തിൽ അതിര് കടക്കുന്നത് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. എന്നാൽ ആഴത്തിലുള്ള പഠനം വ്യക്തിപരമായ വളർച്ചയ്ക്കും ബൗദ്ധിക വികസനത്തിനും സഹായിക്കുന്നു. പഠനവും പ്രായോഗിക ജീവിതവും തമ്മിൽ സമതുലിതാവസ്ഥ പാലിക്കുമ്പോഴാണ് പഠനത്തിന്റെ പൂർണ്ണ ഗുണങ്ങൾ ലഭിക്കുന്നത്. ഫ്രാൻസിസ് ബേക്കൺ സാഹിത്യത്തിലും ദാർശനികതയിലും മാത്രമല്ല, ശാസ്ത്രചിന്തയിലും വലിയൊരു വഴിത്തിരിവ് സൃഷ്ടിച്ചിട്ടുണ്ട്. നോളജ് ഈസ് പവർ എന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വാക്കുകൾ ഇന്നും ലോകത്തെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.